നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരുടെ സംഗമം എന്ന പേരിൽ രാഹുൽ ഗാന്ധിയെ പങ്കെടുപ്പിച്ച് കൊച്ചിയിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച പരിപാടിയുടെ വേദിയിൽ അവഹേളിതരായിരിക്കുകയാണ് ശശി തരൂരും കെ സുധാകരനും. അടുക്കളപ്പുറത്തെ കല്ലുകടിയും മുറുമുറുപ്പും പോലെ മുതിർന്ന നേതാക്കന്മാരെ ഒക്കെ അവഹേളിച്ച് രാഹുലും നാണം കെട്ടിറങ്ങിപ്പോയി. നേതാക്കന്മാരും ഒക്കെ കൂടി വിജയാഘോഷം പോലും കോൺഗ്രസിന്റെ തനത് തമ്മിൽ തല്ലിൽ കൊണ്ടുചെന്ന് എത്തിച്ചു എന്നുള്ളതാണ് വാസ്തവം. ദേശീയ നേതാക്കൾ ഉൾപ്പെടെ സന്നിഹിതരായ വേദിയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ ശശി തരൂരിന്റെ പേര് പരാമർശിച്ചില്ല. രാഹുൽ വേദിയിൽ എത്തിയ ശേഷമുള്ള പ്രസംഗകരുടെ കൂട്ടത്തിലും തരൂരിനെ ഉൾപ്പെടുത്തിയില്ല. പ്രതിഷേധം വേദിയിൽ വെച്ച് തന്നെ കെ.സി. വേണുഗോപാലിനെയും ദീപാദാസ് മുൻഷിയെയും അറിയിച്ച തരൂർ വേദി വിട്ടിറങ്ങി. രാഹുൽ ഗാന്ധി വേദിയിലേക്ക് എത്തിയപ്പോഴാണ് കെ സുധാകരൻ അവഹേളനം നേരിട്ടത്. രാഹുലിനെ കണ്ടെഴുന്നേറ്റ് അഭിവാദ്യം ചെയ്ത സുധാകരനെ രാഹുൽ കണ്ടതായി പോലും ഭാവിച്ചില്ല. മറ്റു നേതാക്കളെ കൈകൂപ്പിയും കൈകൊടുത്തും അഭിവാദ്യം ചെയ്തു. രാഹുൽ ഗാന്ധിക്ക് തൊട്ടടുത്ത കസേരയിൽ ഇരുന്ന് സംസാരിച്ച സുധാകരനെ അടുത്ത കസേരയിലേക്ക് നീക്കിയിരുത്തി നിലവിലെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെ രാഹുൽ വിളിച്ച് അരികിലിരുത്തി. രാഹുൽ ഗാന്ധിയോട് ചോദ്യം ഉന്നയിക്കാനുള്ള അവസരം ലഭിച്ചപ്പോൾ കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ ജനങ്ങൾക്ക് എന്താണ് നേട്ടം എന്നൊരു പ്രവർത്തകൻ സംശയത്തോടെ ചോദിച്ചു. കൊച്ചിയിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയ സംഗമം ഒരു ആഘോഷമാകേണ്ടതായിരുന്നു. പക്ഷെ അത് കോൺഗ്രസിന്റെ അകത്തളങ്ങളിലെ അധികാര രാഷ്ട്രീയത്തിന്റെ നഗ്നമായ മുഖം തുറന്നു കാട്ടിയ ഒരു വേദിയായി മാറിയെന്നുള്ളതാണ് വാസ്തവം. ദേശീയ നേതാക്കൾ നിറഞ്ഞ വേദിയിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം പാർട്ടിയെ ശക്തിപ്പെടുത്തുമെന്ന പ്രതീക്ഷയ്ക്കു പകരം ശശി തരൂരിനെയും കെ സുധാകരനെയും പരസ്യമായി അവഗണിച്ച സംഭവങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വ ശൂന്യതയും അസഹിഷ്ണുതയും വീണ്ടും തെളിയിച്ചു. ഇത് വ്യക്തികളുടെ അപമാനമല്ല, ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ തന്നെ അപമാനമാണ്. സുധാകരനെ എടുത്ത് പുറത്തു കളയുന്നതും ഗുണമില്ല എന്ന് ചൂണ്ടിക്കാട്ടി തള്ളിക്കളഞ്ഞ് സണ്ണി ജോസഫിനെ അവരോധിക്കുന്നതുമൊന്നും കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ ആദ്യമല്ല. എന്നിരുന്നാലും പരസ്യമായ അവഹേളനം അതൊരെടുത്താൽ പൊങ്ങാത്ത ഭാരം തന്നെയാണ്, അല്ലെങ്കിൽ നാണക്കേട് തന്നെയാണ്. ശശി തരൂർ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച വാക്കിന്റെ ശക്തിയാൽ രാജ്യത്തിന് അഭിമാനം പകർന്ന നേതാവ് വേദിയിൽ പേര് പോലും പരാമർശിക്കപ്പെടാതെ മാറ്റി നിർത്തപ്പെട്ടത് ഒരു അപകട സൂചനയാണ്. അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ബഹുമാനം നിലനിർത്തേണ്ട രാഷ്ട്രീയ സംസ്കാരം കോൺഗ്രസ് പൂർണ്ണമായി കൈവിട്ടു എന്നതാണ് ഇതോടെ വ്യക്തമാകുന്നത്. വേദിയിൽ വെച്ച് തന്നെ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോകേണ്ടി വന്ന തരൂരിന്റെ നിലപാട് ദുർബലതയല്ല, അത് സ്വാഭിമാനത്തിന്റെ ശബ്ദമാണ്. വ്യക്തിപൂജയോ അടിമത്തമോ അല്ല, ജനാധിപത്യ മൂല്യങ്ങളാണ് രാഷ്ട്രീയത്തിന്റെ ആത്മാവെന്ന് ഓർമ്മിപ്പിച്ച നടപടിയായിരുന്നു അത്. കെ സുധാകരനോട് നടന്ന പെരുമാറ്റം അതിലും ദാരുണം. എഴുന്നേറ്റ് അഭിവാദ്യം ചെയ്ത ഒരു നേതാവിനെ കാണാത്തതായി നടിച്ച് പിന്നീട് ഇരിപ്പിടം പോലും മാറ്റിച്ച് മറ്റൊരു നേതാവിനെ ചേർത്തിരുത്തുന്ന കാഴ്ച, ഇത് രാഷ്ട്രീയ തന്ത്രമല്ല. വന്ന വഴി മറക്കുന്ന, അല്ലെങ്കിൽ മുതിർന്ന നേതാക്കന്മാരെയൊക്കെ തഴഞ്ഞു കളയുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ മുന്നേ നടന്നു ശീലിച്ച അധികാരത്തിന്റെ അഹങ്കാരമാണ്. പാർട്ടിയിൽ വിശ്വസ്തതയും സേവനവും ഒന്നും വിലയില്ലാത്തതായി മാറിയാൽ അത്തരമൊരു പാർട്ടിക്ക് ജനവിശ്വാസം എങ്ങനെ നിലനിർത്താനാകും? കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ ജനങ്ങൾക്ക് എന്ത് നേട്ടം എന്ന പ്രവർത്തകന്റെ ചോദ്യം വേദിയിൽ ഉയർന്നത് യാദൃച്ഛികമല്ല. അത് രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിലെ സംശയത്തിന്റെ പ്രതിധ്വനിയാണ്. ഇത്തരം സംഭവങ്ങളാണ് കോൺഗ്രസിനെ വർഷങ്ങളായി പിന്നോട്ടടിച്ചത്. ഒരു വശത്ത് നേതൃമാറ്റം അംഗീകരിക്കാത്ത കുടുംബാധിപത്യ രാഷ്ട്രീയം, മറുവശത്ത് കഴിവുള്ള നേതാക്കളെ തള്ളിക്കളയുന്ന അസഹിഷ്ണുത. അതിന്റെ പ്രത്യാഘാതമാണ് ഇന്ന് രാജ്യം കാണുന്നത്. ഇതിനെതിരായ ഒരു വ്യക്തമായ മാതൃകയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം. ശക്തമായ തീരുമാനങ്ങൾ, വ്യക്തമായ ദിശ, ദേശീയ താല്പര്യം മുൻനിർത്തിയ വിദേശ നയം, ഇവയെല്ലാം ഇന്ത്യയെ ആഗോള വേദിയിൽ ശക്തമായി പുനഃസ്ഥാപിച്ചു. പാർട്ടിക്കുള്ളിൽ പോലും അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുമ്പോഴും ദേശീയ താല്പര്യത്തിന് മുകളിൽ ഒന്നുമില്ല എന്ന സന്ദേശം മോദി സർക്കാർ തുടർച്ചയായി നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ശശി തരൂരിന്റെ നിലപാട് പ്രാധാന്യം നേടുന്നത്. കോൺഗ്രസിനുള്ളിൽ കഴിയുമ്പോഴും ദേശീയ വിഷയങ്ങളിൽ മോദി സർക്കാരിന്റെ ശരിയായ നിലപാടുകളെ തുറന്നു പറഞ്ഞ് പിന്തുണച്ച തരൂരിന്റെ സമീപനം രാഷ്ട്രീയ പക്വതയുടെ ഉദാഹരണമാണ്. പാർട്ടി രേഖകളെക്കാൾ രാജ്യഹിതം വലുതാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ചിലർക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ അസ്വസ്ഥതയാകുന്നത്. എന്നാൽ ജനങ്ങൾ ഇന്ന് തിരിച്ചറിയുന്നത് ഈ സത്യസന്ധതയാണ്, അന്ധമായ പാർട്ടി വിശ്വസ്തതയല്ല. വിവേചന ബുദ്ധിയുള്ള നിലപാടുകളാണ് നേതാവിനെ വലിയവനാക്കുന്നത്. കൊച്ചിയിലെ വേദിയിൽ സംഭവിച്ചത് കോൺഗ്രസിനൊരു മുന്നറിയിപ്പാണ്. കഴിവുള്ള നേതാക്കളെ അവഗണിച്ച് വ്യക്തിപരമായ അഹങ്കാരം വളർത്തി പാർട്ടിയെ അടച്ചുകൂട്ടിലാക്കി നിർത്തിയാൽ ചരിത്രം വീണ്ടും വീണ്ടും അതേ പാഠം പഠിപ്പിക്കും. മറുവശത്ത് മോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ വ്യക്തമായ ലക്ഷ്യങ്ങളോടെ മുന്നേറുകയാണ്. വികസനവും സുരക്ഷയും അന്താരാഷ്ട്ര അംഗീകാരവും ഒരുപോലെ ഉറപ്പാക്കി. അവസാന ചോദ്യം ഒന്നാണ്, ജനങ്ങൾക്ക് ആരാണ് വിശ്വാസ്യ യോഗ്യരായവർ? വേദിയിൽ സ്വന്തം നേതാക്കളെ പോലും അപമാനിക്കുന്ന ഒരു പാർട്ടിയോ, അല്ലെങ്കിൽ രാജ്യത്തിന്റെ ആത്മവിശ്വാസം ഉയർത്തിയ ശക്തമായ നേതൃത്വം നൽകുന്ന ഭരണകൂടമോ?
ശശി തരൂരിന്റെ സ്വാഭിമാനപൂർണമായ നിലപാടും ദേശീയ താല്പര്യത്തിന് അനുകൂലമായ തുറന്ന പിന്തുണയും ഈ ചോദ്യത്തിന് ഉത്തരം നൽകും. രാഷ്ട്രീയത്തിന്റെ ഭാവി അധികാര ഗൂഢാലോചനകളിലല്ല, സത്യസന്ധതയിലും ദൃഢനിശ്ചയത്തിലുമാണ്. അതാണ് ഇന്ന് ഇന്ത്യ മോദിയുടെ നേതൃത്വത്തിൽ കാണുന്നത്. അത് തന്നെയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത വഴി.